ग्लानिर्भवति സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യതേ. ഈ കർമ്മങ്ങളെല്ലാം ജ്ഞാനത്തിൽ പരിസമാപിക്കുകയാണ്. ആത്മപരമാത്മ ജ്ഞാനത്തിൽ കൂടി മാത്രമേ, കർമ്മത്തെക്കുറിച്ചുള്ള ഗഹനാഗതി മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കത് കഴുകിക്കളയാനുള്ള എളുപ്പ വഴിയുണ്ട്. നമ്മുടെ വസ്ത്രം അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. നമ്മുടെ വീട് അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നമ്മളത് തുടച്ച് വൃത്തിയാക്കാറുണ്ട്. നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ പല പ്രാവശ്യം വൃത്തിയാക്കുന്നുണ്ടെങ്കിലും നമുക്കാർക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ആ ഔഷധം അല്ലെങ്കിൽ അതിനുള്ള ക്ലീനിങ് സാധനം എന്താണ് എന്ന് നമുക്കറിയില്ല. നമ്മളാരും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാറുമില്ല. മനസ്സിനെ ശുദ്ധമാക്കാത്തത് കൊണ്ടാണ് മനസ്സിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനസ്സിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതും എല്ലാം ഈ മനസ്സിങ്ങനെ ഒരു ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അഴുക്കും പേറി നടക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായ ഭാരമാണ്. ഈ വെയിറ്റ് കാരണം നമ്മൾ ആകെ ജീവിതം നമുക്ക് ഒരു ഭാരമുള്ളതായി തീർന്നിരിക്കുകയാണ്. ഈ ഭാരമില്ലാണ്ടാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. എവിടെ നിന്നാണ് ഈ ലോകത്ത് ഈ പ്രവണത ആരംഭിച്ചത്? നമ്മൾ ആ കാലചക്രത്തിൽ മനസ്സിലാക്കി, സത്യത്രേതായുഗത്തിൽ ലോകത്ത് ദുഃഖമില്ല. ദുഃഖമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ദുഃഖമില്ലാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാണ്. കർമ്മങ്ങൾ ശ്രേഷ്ഠമാകാൻ കാരണം എന്താണ്? മനുഷ്യൻ്റെ മനസ്സ് നല്ലതാണ്. മനസ്സ് നല്ലതാകാൻ കാരണം എന്താണ്? മനുഷ്യൻ്റെ ബുദ്ധി അത് ആത്മാവിലിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്, ഞാൻ സത്യമായ വസ്തുവാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ്, ഞാൻ പവിത്ര സ്വരൂപനാണ്, ഞാൻ സ്നേഹസ്വരൂപനാണ്, ഞാൻ ശക്തി സ്വരൂപനാണ്. അങ്ങനെ ആ സ്വരൂപത്തിൽ ഇരിക്കുന്ന മനസ്സും ബുദ്ധിയും ശുദ്ധമായതുകൊണ്ട് നമ്മുടെ കർമ്മം ശുദ്ധമാണ്, വികർമ്മങ്ങളില്ല, അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളില്ല. ദുഃഖം സൃഷ്ടിയിൽ എവിടെ നിന്ന് ആരംഭിച്ചു? ദ്വാപരയുഗത്തിൻ്റെ സന്ധ്യയിൽ ഈ ആത്മാവ്, ഈ ആത്മാവിൻ്റെ ഘടകമായ മനസ്സും ബുദ്ധിയും ദേഹമാണ് എന്ന ഇരുട്ടിലേക്ക് കടന്ന് ആ ഇരുട്ടിൽ നിന്നുണ്ടായ വികാരങ്ങളാണ് ദുഃഖത്തിന് കാരണം. അവിടെ മുതൽ നമ്മൾ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങി. നമ്മൾ ധാരാളം രീതിയിലുള്ള ഭക്തികൾ ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും ധർമ്മപദവും അനേക മഹാഗുരുക്കന്മാരും വന്നിട്ടും ദ്വാപരത്തിൽ നിന്ന് നമ്മൾ കലിയുഗത്തിലേക്ക് കടന്നു. കാരണം എന്താണ്? ഈ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വിധി നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് കർമ്മത്തിൻ്റെ ഗതി ഗഹനാഗതിയാണ്. ഈ ഗഹനാഗതി മനസ്സിലാക്കാതെ നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്തതുപോലും, ഈശ്വരനെ നമ്മൾ വിളിച്ചതുപോലും, ഈശ്വര ആരാധന നടത്തിയതുപോലും ഞാൻ ദേഹമാണെന്നുള്ള ഇരുട്ടിലാണ്, ജ്ഞാനത്തിലാണ്. ബീജം തന്നെ ചീത്തയായി പോയി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും ഇരുട്ട് കൂടി കൂടി വന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും